കഴിഞ്ഞ ദിവസത്തെ മാതൃഭൂമി ന്യൂസ് പേപ്പറിൽ നിന്നുള്ള കുറച്ച് കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ്. അപ്പോൾ കറണ്ട് അഫെയറിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ബൗളിംഗ് പരിശീലകൻ. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ പ്രധാന പരിശീലകനാണ് ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ഗൗതം ഗംഭീറാണ്. പക്ഷേ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ബൗളിംഗ് പരിശീലകൻ മോണി മോർക്കലാണ്. മുൻ ദക്ഷിണാഫ്രിക്കൻ പേസ് ബോളറാണ് മോണി മോർക്കൽ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ജൂനിയർ പുരുഷ ഹോക്കി ടീമിൻ്റെ പുതിയ മുഖ്യ പരിശീലകൻ. ഇന്ത്യൻ ജൂനിയർ പുരുഷ ഹോക്കി ടീമിൻ്റെ പുതിയ മുഖ്യ പരിശീലകൻ PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ് നമുക്കറിയാം, ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡലൊക്കെ നേടിയിട്ട് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ നിന്ന് വിരമിച്ച ആളാണ് PR ശ്രീജേഷ്, മലയാളിയായിട്ടുള്ള PR ശ്രീജേഷ്. അദ്ദേഹമാണ് ഇന്ത്യൻ ജൂനിയർ പുരുഷ ഹോക്കി ടീമിൻ്റെ പുതിയ മുഖ്യ പരിശീലകനായിട്ട് ചുമതലയേറ്റത്. UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതാനേനി ഹരീഷ്. രുചിര കാംബോജ് ജൂണിൽ വിരമിച്ച ഒഴിവിലേക്കാണ് നിയമനം. ജർമ്മനിയിലെ ഇന്ത്യൻ അംബാസഡറായി പ്രവർത്തിച്ചു വരികയായിരുന്നു പർവതേനി ഹരീഷ്. അടുത്ത ചോദ്യം, പുതിയ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ. ഇന്ത്യയുടെ പുതിയ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ ആരാണ്? രാഹുൽ നവീൻ. തായ്ലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി പയെ തുങ്താങ് ഷിനവത്ര. പ്രധാനമന്ത്രി സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും രണ്ടാമത്തെ വനിതയുമാണ് പയെ തുങ്താങ്. മുൻ പ്രധാനമന്ത്രി തക്സീൻ ഷിനവത്ര പിതാവാണ്. ഇവരുടെ പിതാവാണ് തക്സീൻ ഷിനവത്ര. അവർ മുൻ പ്രധാനമന്ത്രിയായിരുന്നു. അടുത്ത ചോദ്യം, 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന മലയാള സിനിമയാണ്. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ചിത്രം മികച്ച എഡിറ്റിംഗ്, തിരക്കഥ എന്നീ പുരസ്കാരങ്ങളും ആട്ടത്തിന് ലഭിച്ചു. ആനന്ദ് ഏകർഷിയാണ് സംവിധായകൻ. സൗദി വെള്ളക്ക എന്ന ചിത്രമാണ് മികച്ച മലയാള ചിത്രമായിട്ട് 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, 2022 ദേശീയ പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2022 ദേശീയ പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂരജ് ആർ ബർജാത്യായ. ഊഞ്ചൈ എന്ന ചിത്രം സംവിധാനം ചെയ്തതിനാണ് പുരസ്കാരം. അടുത്ത ചോദ്യം, 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ ചിത്രം ആടുജീവിതമാണ്. ജനപ്രിയ ചിത്രം, സംവിധായകൻ, നടൻ, തിരക്കഥ, ഛായാഗ്രഹകൻ, പ്രത്യേക ജൂറി പരാമർശം, അതേപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, പ്രോസസ്സിംഗ് ലാബ്, കളറിസ്റ്റ്, ശബ്ദമിശ്രണം എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരം. അപ്പോൾ ഇത്രയും വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ചിത്രമെന്ന ഖ്യാതി 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിക്കൊണ്ട് ആടുജീവിതം സ്വന്തമാക്കുകയുണ്ടായി. അടുത്ത ചോദ്യം, 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടുപേരാണ്, ഉർവശിയും ബീന ആർ ചന്ദ്രനുമാണ്. ഉർവശി ആൻഡ് ബീന ആർ ചന്ദ്രൻ. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ പ്രകടനത്തിലാണ് ഉർവശിക്ക് പുരസ്കാരം ലഭിച്ചത്. ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത തടവിലെ അഭിനയത്തിലാണ് ബീന ആർ ചന്ദ്രന് പുരസ്കാരം ലഭിച്ചത്. തടവ് എന്ന ചിത്രത്തിനാണ് ബീന ആർ ചന്ദ്രന് പുരസ്കാരം, ഉർവശിക്ക് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിനും. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ്. ദേശീയ ചലച്ചിത്ര അവാർഡുകളും അതേപോലെ തന്നെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ശ്രദ്ധിച്ച് വയ്ക്കുക. ഇതേപോലെ പേപ്പറിൽ കാണുന്ന കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വയ്ക്കുക. പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക്